നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ആണ്ടൂർ നിത്യസഹായ മാതാ ദേവാലയം 1945-50 കാലഘട്ടത്തിൽ വയനാടിൻ്റെ ഭൂവിലേക്ക് ക്രിസ്തീയതയുടെ നവ്യഭാവവുമായി കടന്നുവന്ന ഒരു പറ്റം കുടിയേറ്റ മനുഷ്യരുടെ നിരന്തര ശ്രമഫലമായി പ്രകൃതിയുടെ പുതിയ ഭാവങ്ങളിൽ ജീവിതം പച്ചപിടിപ്പിച്ചു. കാലവും ചരിത്രവും ഇടകലർത്തി അവർ കരുപ്പിടിപ്പിച്ച ജീവിതങ്ങൾ കാലാന്തരത്തിൽ വയനാടിൻ്റെ ചരിത്ര ഏടുകളിൽ പുതിയ സ്ഥാനങ്ങൾ നേടി. ഇന്ന് ആണ്ടൂരിലെ ജനജീവിതത്തിനുമേൽ ആത്മീയതയുടെ പ്രകാശം പരത്തി ഉയർന്നു നിൽക്കുന്ന ഈ കുരിശ് ആശ്രയത്വത്തിൻ്റെ അനുഗ്രഹമാകുന്നു. ഇവിടെ നിന്നും ഉയരുന്ന ക്രിസ്തീയ സ്തുതിപ്പുകൾ ഈ നാടിൻ്റെ ഐശ്വര്യമാവുന്നു. ഈ നല്ല ഇടയൻ്റെ കരങ്ങൾ നേർരേഖ ചൂണ്ടുന്നു. ഈ ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 1945-50 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് വിമുക്ത ഭടന്മാർക്ക് അനുവദിച്ച കുറേയധികം സ്ഥലം അമ്പലവയൽ, ആണ്ടൂർ പ്രദേശങ്ങളുണ്ടായിരുന്നു. ഈ സ്ഥലത്ത് തൃശ്ശൂരിൽ നിന്നും, എറണാകുളത്ത് നിന്നും, കോഴിക്കോട് നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് താമസിക്കുകയും കുറേയധികം പേര് ക്രിസ്ത്യൻ, പ്രത്യേകിച്ച് റോമൻ കാത്തലിക് ചർച്ച് സഭാംഗങ്ങളായിരുന്നു. ഇവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനും മറ്റും ഒരുമിച്ച് കൂടിയിരുന്നത് ആണ്ടൂരിലെ തന്നെ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിലായിരുന്നു. തുടർന്ന് 1961 കാലഘട്ടത്തിൽ ഈ സമയം മുഴുവനും അവർ ഈ കുർബാനയ്ക്കും അല്ലെങ്കിൽ അനുദിന കൂദാശകൾക്കും മറ്റുമായി പോയിക്കൊണ്ടിരുന്നത് സെൻറ്റ് ജോസഫ് ദേവാലയത്തിലാണ്. പ്രത്യേകിച്ച് മേപ്പാടിയുള്ള സെൻറ്റ് ജോസഫ് ദേവാലയം, ഇവിടെ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ ദൂരത്തായിരുന്നു ഈ ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത്. ആ സമയത്ത് വലിയ കഠിനമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും മഴയും കാരണം വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചായിരുന്നു പലരും ദീപബലിയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തൽഫലമായി 1961 ഇടവകയിലെ കത്തോലിക്ക അംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു ദേവാലയം സ്വപ്നം കാണുകയും അന്നത്തെ വികാരിയായിരുന്ന ഗിൽബർട്ട് സെക്യുവേര അച്ഛനോട് ഈ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അച്ഛൻ്റെയും മറ്റ് ഇടവക ജനങ്ങളുടെയും പ്രത്യേക പ്രയത്നത്തിൻ്റെ ഫലമായി ഈ ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 1961 ഈ ആണ്ടൂർ കുന്നിൻ്റെ മുകളിൽ ഓലമേഞ്ഞ ചെറിയൊരു ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു. തുടർന്ന് 1970 കാലഘട്ടത്തിലാണ് വലിയ കഠിനമായ മഴ പെയ്തതിന് ഫലമായി ഈ ദേവാലയം ഒലിച്ചു പോവുകയും ഇടിഞ്ഞു പോവുകയും ചെയ്തു. തുടർന്ന് ആളുകളെല്ലാവരും നിരാശരാവുകയും ഫാദർ മെൻഡോൻസ ഗിൽബർട്ട് സെക്യുവേര അച്ഛൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായി അനേകം ആളുകൾ ഒരുമിച്ച് കൂടി പുതിയൊരു ദേവാലയം വിഭാവനം ചെയ്യുകയും ചെയ്തു. ഈ സമയത്താണ് 10 ഏക്കറോളം സ്ഥലം ചീനപ്പുല്ല് എന്ന സ്ഥലത്ത് ഫാദർ മെൻഡോൻസ, ഗിൽബർട്ട് സെക്യുവേര എന്നിവർ കൂടി ചേർന്ന് വാങ്ങുന്നത്. തുടർന്ന് തമിഴ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഈ സ്ഥലങ്ങൾ അവർക്ക് കൊടുക്കുകയും ആ തമിഴ് ക്രിസ്ത്യാനികളെ കൂടി ആണ്ടൂർ നിത്യസഹായ മാതാ ദേവാലയത്തിൽ അംഗങ്ങളായി ചേർക്കുകയും ചെയ്തു. തുടർന്ന് ഇടവക അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ഒരു ചെറിയ ദേവാലയം, പ്രത്യേകിച്ച് കരിങ്കലിൽ തീർത്ത ചെറിയൊരു ദേവാലയം 1971 കോഴിക്കോട് രൂപതാ മെത്രാൻ ആൽദോ മരിയ പത്രോണി പിതാവ് സ്ഥാപിക്കുകയും ചെയ്തു. 1971 ശേഷം ഇടവകയുടെ പ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോയത് ഫാദർ മാർസിൽ അച്ഛൻ്റെ കാലത്താണ് പിന്നീട് നടന്ന പ്രവർത്തനങ്ങൾ. അദ്ദേഹത്തിൻ്റെ സമയത്ത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും സ്ഥലം വാങ്ങുകയും പ്രത്യേകിച്ച് ഇതിനു മുൻപേ തന്നെ 1960 തന്നെ 1 ഏക്കർ 60 സെൻറ്റ് സ്ഥലം ഗവൺമെൻറ്റിൽ നിന്ന് പള്ളി പണിയാനായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ആണ്ടൂർ ആളൂർ ഇടവക അംഗങ്ങളുടെ കൈകളിൽ നിന്ന് അനേകം സ്ഥലങ്ങൾ വാങ്ങുകയും അത് ഇടവകയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു.
ഫാദർ മാർസലിൻ, ഫാദർ എ ഡി മാത്യു എന്നിവരുടെ സമയത്താണ് കൂടുതൽ സ്ഥലം വാങ്ങുകയും കൃഷി ചെയ്യുകയും ചെയ്തത്. ഇന്ന് ആണ്ടൂർ നിത്യസഹായ മാതാ ദേവാലയത്തിന് 7.5 ഏക്കർ സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് നേരത്തെ കൃഷി ചെയ്തത് റബ്ബറായിരുന്നു. പിന്നീട് അത് കാപ്പി, കുരുമുളക്, കവുങ്ങ് എന്നീ കൃഷികൾ ചെയ്തു വരുന്നു. ഇന്ന് ഈ ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ 96ഓളം ഇടവക അംഗങ്ങൾ ഒരുമിച്ചാണ് ദേവാലയത്തിൽ അംഗങ്ങളായിട്ടുള്ളത്. പല വിഭാഗങ്ങളിൽ നിന്ന് അംഗങ്ങളുണ്ടെങ്കിലും എല്ലാവരും തന്നെ ലത്തീൻ കത്തോലിക്ക വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. 1971 സ്ഥാപിതമായ ദേവാലയത്തിലെ ചുറ്റുപാടുകൾ പരിമിതമാണെങ്കിലും പിന്നീടുള്ള സാഹചര്യങ്ങളിൽ അനേകം ആളുകൾ കൂടിച്ചേർന്നുകൊണ്ട് പുതിയൊരു ദേവാലയം വിഭാവനം ചെയ്യുകയും ചെയ്തു. ഈ ദേവാലയത്തിൻ്റെ പുതിയ ദേവാലയം, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കാണുന്ന ആണ്ടൂർ നിത്യസഹായ മാതാ ദേവാലയം, ഇംഗ്ലീഷിൽ ഈ ദേവാലയത്തിന് പറയുന്ന പേര് അവർ ലേഡി ഓഫ് പെർപ്പച്വൽ സക്കർ ചർച്ച് എന്നാണ്. ഈ ദേവാലയം ഇന്ന് സ്ഥാപിതമായിരിക്കുന്നത് ജോർജ് പൂണൂലി അച്ഛൻ്റെ കാലത്താണ്. 2006 അദ്ദേഹം ഈ ദേവാലയത്തിലേക്ക് വരികയും വളരെ പെട്ടെന്ന് തന്നെ ഈ ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പൂർത്തിയാക്കുകയും ചെയ്തു. അതേ സമയത്ത് തന്നെയാണ് ഈ ദേവാലയത്തിൻ്റെ താഴേക്കുള്ള സ്റ്റെപ്പുകളും മാതാവിൻ്റെ ഗ്രോട്ടോയും 2 ഗ്രോട്ടോകൾ അദ്ദേഹം സ്ഥാപിച്ചു. തുടർന്ന് വളരെയധികം മുകളിലായിരുന്ന പള്ളി സെമിത്തേരി താഴേക്കിറക്കുകയും കുന്നിൻ്റെ ഒരു ചെരുവിൽ വളരെ മനോഹരമായ രീതിയിൽ ആ സെമിത്തേരി ക്രമീകരിക്കുകയും ചെയ്തു. അതിനുശേഷം വൈദികരുടെ പ്രവർത്തന ഫലമായും പ്രത്യേകിച്ച് ഈ ആണ്ടൂർ ദേവാലയത്തിലെ പാരിഷ് കൗൺസിലിൻ്റെയും മറ്റ് പ്രവർത്തന ഫലമായി ഈ ദേവാലയം മുഴുവൻ മോടി പിടിപ്പിക്കുകയും പള്ളിമേട സ്ഥാപിക്കുകയും ചെയ്തു. 1993 സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ഗുഡ് ഷെപ്പേർഡ് സിസ്റ്റേഴ്സ് ഈ ദേവാലയത്തിലേക്ക് വരുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ വളരെയധികം വ്യാപിച്ച് കിടക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇന്ന് നമ്മൾ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇവിടെ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ അധികം തിങ്ങിപ്പാർക്കുന്ന കോളനികളുണ്ട്. ഈ കോളനികളിലൊക്കെ അവർ ചെന്ന് പ്രവർത്തിക്കുകയും ക്രിസ്ത്യാനികളല്ലാത്തവരെ കൂടി വളരെയധികം സഹായിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് അവർക്ക് ഭവനങ്ങൾ പണിയാനും അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായും 20ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ ഹൗസ് തന്നെ അവർക്കിന്നുണ്ട്. ഈ ഹൗസിൽ മറ്റു മതസ്ഥരായിട്ടുള്ള അനേകം കുട്ടികൾ 10ാം ക്ലാസ് വരെ യാതൊരു ചെലവും അവർ വഹിക്കാതെ, മറ്റു കുട്ടികളുടെ ഭാഗത്തുനിന്ന് വഹിക്കാതെ എല്ലാ ചെലവുകളും ചാലിസ് എന്ന പേരുള്ള പ്രൊജക്റ്റിൻ്റെ പേരിൽ, കാനഡയിൽ നിന്നുള്ള പ്രൊജക്റ്റാണ്, അതിൽ നിന്ന് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫലപ്രദമായിട്ട് സിസ്റ്റേഴ്സ്, അതേപോലെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലും പള്ളിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ട്. അതിനുശേഷം 2007 സ്ഥാപിതമായ ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് വളരെയധികം കൃതജ്ഞത തോന്നുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ആണ്ടൂർ നിത്യസഹായ ദേവാലയം സ്ഥാപിതമായത്, പ്രത്യേകിച്ച് ഇടവക വികാരി, ആദ്യത്തെ ഇടവക വികാരി വരുന്നത് 1999 അപ്പോൾ ഇടവക വികാരി വർഗീസ് ആലുക്കുലച്ചനായിരുന്നു ഏറ്റവും ആദ്യത്തെ ഇടവക വികാരി. തുടർന്ന് പോൾ പുത്തൻപുരയ്ക്കലച്ചൻ, അതിനുശേഷം ഇടവകയിലേക്ക് വരുന്നത് ജോർജ് പൂണൂലി അച്ഛൻ. അതിനുശേഷം ഈ ജോർജ് പൂണൂലി അച്ഛൻ്റെ കാലത്താണ് പുതിയ ദേവാലയം പണിതെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷമാണ് ഫ്രാൻസിനച്ചൻ വരുന്നത്. ഫ്രാൻസിനച്ചൻ്റെ കാലത്താണ് ഇടവകയിലെ യുവജനങ്ങൾ, പ്രത്യേകിച്ച് KCYM യുവജനങ്ങൾ ശക്തമായ രീതിയിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഒരുപാട് പ്രവർത്തനങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ഇടവകയിൽ നടത്തപ്പെടുകയുണ്ടായി. വളരെയധികം ക്യാമ്പുകൾ, പ്രത്യേകിച്ച് തിമിര ശസ്ത്രക്രിയയുടെയും മറ്റ് ക്യാമ്പുകളും, അതേപോലെ രോഗനിർണയ ക്യാമ്പുകൾ, ക്യാൻസർ രോഗനിർണയ ക്യാമ്പുകൾ, അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനം, പ്രത്യേകിച്ച് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ, അങ്ങനെയുള്ള ഒരുപാട് ക്യാമ്പുകളൊക്കെ ഈ KCYM ഫലമായിട്ട് ഈ ദേവാലയത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വയനാടിൻ്റെ വളരെ പ്രകൃതി രമണീയമായൊരു സ്ഥലത്താണ് നമ്മൾ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്ത് ചേമ്പ്ര കുന്നുകളുണ്ട്. അതിന് തൊട്ടടുത്താണ് നമ്മുടെ വാലി ഉള്ളത്. അതിനടുത്ത് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കേവ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള സ്ഥലത്തിന് നടുക്കാണ് നമ്മുടെ അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിലെ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇടയ്ക്ക് വരികയും ഈ ദേവാലയം സന്ദർശിച്ച് പോവുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഇന്ന് ഈ ദേവാലയത്തിൽ 96ഓളം കുടുംബങ്ങൾ പല വിഭാഗങ്ങളിലായി, പ്രത്യേകിച്ച് പിന്നെ മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടിലുള്ള കുടുംബങ്ങളുണ്ട്, അതുപോലെ തന്നെ തമിഴ് പശ്ചാത്തലമുള്ള കുടുംബങ്ങളുണ്ട്, സീറോ മലബാർ പശ്ചാത്തലമുള്ള കുടുംബങ്ങളുണ്ട്, സീറോ മലങ്കര അല്ലെങ്കിൽ CSI തുടങ്ങിയ പശ്ചാത്തലങ്ങളിലുള്ള കുടുംബങ്ങളുണ്ട്. ഇന്ന് എല്ലാവരും തന്നെ ഈ ദേവാലയത്തിൽ വളരെ മനോഹരമായി ഒരുമിച്ച് ഒരേ ഹൃദയത്തോടും ഒരേ ആത്മാവോടും കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. വളരെ ഫലപ്രദമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയ എൻ്റെ തൊട്ടു മുമ്പേ ഉണ്ടായിരുന്ന വികാരിയച്ഛനായിരുന്നു ഫാദർ ലിയോ പൊട്ടക്കലച്ചൻ. ഈ ലിയോ പൊട്ടക്കലച്ചൻ്റെ കാലത്ത് ഈ ഇവിടെയുള്ള പള്ളിയുടെ തോട്ടവും മറ്റു പ്രവർത്തനങ്ങളൊക്കെ വളരെ മനോഹരമായ രീതിയിലാക്കി തീർക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഇവിടെ ഈ ദേവാലയത്തിലേക്ക് വന്നിട്ട് വെറും 4 മാസമേ ആയിട്ടുള്ളൂ. എങ്കിലും ഞാൻ വന്ന് ഇപ്പോൾ ഈ ദേവാലയത്തിൻ്റെ സമയത്ത് എല്ലാവരുമായിട്ട് വളരെയധികം നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദേവാലയമാണ്.
വളരെയധികം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ സമയത്ത് ഡിസംബർ മാസം ആദ്യത്തെയോ രണ്ടാമത്തെ ആഴ്ചയാണ് പെരുന്നാൾ നടത്താറുള്ളത്. മാതാവിൻ്റെ ദേവാലയമായതുകൊണ്ട് വളരെയധികം മനോഹരമായ രീതിയിൽ എല്ലാ 10 ദിവസത്തെ പെരുന്നാൾ ആഘോഷങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് ഈ ദേവാലയത്തിൽ പ്രത്യേകമായി നടക്കുന്നത്. ഇനിയും എല്ലാവരോടും, പ്രത്യേകിച്ച് ഈ ഇടവക ജനങ്ങളോടും ഈ ദേവാലയത്തിന് ചുറ്റുമുള്ള എല്ലാവരും, പ്രത്യേകിച്ച് ഒരു എക്യുമെനിക്കൽ അറ്റ്മോസ്ഫിയറാണ് ഈ ദേവാലയത്തിന് ചുറ്റും. പ്രത്യേകിച്ച് നമുക്ക് തൊട്ട് താഴെ, ഈ ദേവാലയത്തിന് തൊട്ട് താഴെ തന്നെ സീറോ മലബാർ പള്ളിയുണ്ട്. അതിന് തൊട്ടപ്പുറത്താണ് സീറോ മലങ്കര പള്ളി. തുടർന്ന് CSI പള്ളികളും മാർത്തോമ പള്ളികളും ഓർത്തഡോക്സ് പള്ളികളും ഒക്കെ വളരെയധികമുള്ള സ്ഥലമാണ്. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന മോണാക്ട് ധാരാളിത്തം. മിത വരുമാനമുള്ള ഒരു കർഷക കുടുംബം കടക്കെണിയിലേക്ക് തെന്നി വീഴുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കാണാം. ആദ്യമായി പാടത്തിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരുന്ന കുടുംബനാഥൻ. ഓ, എന്നതാ ഒരു ചൂട്! ഓ, സഹിക്കാൻ മേല എൻ്റെ കർത്താവേ! ഓ, മോളിക്കുട്ടിയേ, മോളിക്കുട്ടിയേ, ഇച്ചായൻ വന്നോ? എന്നതാ ഇച്ചായ, നമ്മുടെ വാഴക്കൊല വിറ്റോ? വിറ്റെൻ്റെ മോളിക്കുട്ടിയേ, ഒന്നും പറയണ്ട. 2000 വാഴ വെച്ചിട്ട് 1000 കൊല പോലും കിട്ടിയില്ലെന്നേ ഉള്ളൂ. അല്ലേലും ഈ കാട്ടാനക്കൂട്ടം ഇതിങ്ങനെ തുടങ്ങിയ ഞങ്ങൾ കർഷകർ എന്നാ ചെയ്യും എൻ്റെ വ്യാകുല മാതാവേ? പിള്ളേര് പഠിപ്പിക്കണ്ടേ? അത് പോട്ടെ മേളിക്കുട്ടിയെ, കർത്താവ് ഒരു വഴി കാണിച്ചു തരും. നീ കാലത്ത് പലവ്യഞ്ജനം വേണോന്ന് പറഞ്ഞില്ലേ? അത്യാവശ്യമുള്ളത് പറ, ഞാൻ കടയിൽ പോയേച്ച് വരാം. നീ ആ സഞ്ചി ഇങ്ങടുത്തേ. പിന്നെ ഞാൻ വരാൻ ഇച്ചിരി വൈകും കേട്ടോ. ആ കല്യാണ വീട്ടിലൊന്ന് കയറിയേച്ചേ വരൂ. നാളെ കല്യാണത്തിന് നീ വേണം പോകാൻ. നാളെ എനിക്ക് ബാങ്ക് ലോണിന്റെ അപേക്ഷ കൊടുക്കാൻ പോകേണ്ട ദിവസാ. തിരിയാൻ നേരം കിട്ടിയല്ല. കല്യാണത്തിനൊന്നും ഞാൻ പോവുകയല്ല ചായ. അതെന്നതാടി മോളിക്കുട്ടി നീ കല്യാണത്തിന് പോവാത്തെ? അതെ ഇച്ചായ, ഈ ഒത്തു കല്യാണത്തിനിട്ട സാരി തന്നെ കെട്ട് കല്യാണത്തിട്ടേച്ചു പോ, എനിക്ക് മേല. അല്ലടി മോളിക്കുട്ടി, നിനക്ക് ഈ ഒരു സാരി തന്നെ ഉള്ളോ? കഴിഞ്ഞ പെരുന്നാളിനല്ലേ 2 ഞാൻ മേടിച്ചു തന്നത്. ഈ ഇച്ചായൻ്റെ ഒരു കാര്യം, അതിൻ്റെയൊക്കെ മോഡൽ പോയെൻ്റെ ഇച്ചായ. എന്നാ വാ, നമുക്കൊരു സാരി മേടിക്കാം. 500 രൂപ കൂടിയേക്കരുത് കേട്ടോ. ഇല്ല ഇച്ചായ, ഞാൻ ഇപ്പൊ വരാം. ഈ തുണി ഒന്ന് മാറിയിട്ട് ഇപ്പൊ വരാം ഇച്ചായ. അല്പസമയം കഴിഞ്ഞ് പട്ടണത്തിലെ ജൗളിക്കടയിലേക്ക് വന്ന ദമ്പതികളെ സ്വാഗതം ചെയ്യുന്ന സെയിൽസ് ഗേൾ. നമസ്കാരം, വരൂ ചേച്ചി, വരൂ ചേട്ടാ. എന്തായിരുന്നു വേണ്ടത്? ഇവക്ക് ചേരുന്നൊരു സാരി വേണം. 500 രൂപ കൂടിയേക്കരുത് കേട്ടോ. അതിനെന്താ ചേട്ടാ, ഇവിടെ എല്ലാ റേഞ്ചിലുമുള്ള സാരികളുണ്ട്. വരൂ, നമുക്ക് മുകളിലത്തെ സെക്ഷനിലേക്ക് പോകാം. വരൂ ചേച്ചി. ഇതെങ്ങനെയുണ്ട് ചേച്ചി? ഇത് വേണ്ട. ഇതോ? ഇതും വേണ്ട. പിന്നെ ഇതോ? ഇതും വേണ്ട. ചേച്ചിക്ക് നല്ല ഡാർക്ക് കളറാ ചേരുക. കാരണം ചേച്ചി നല്ല വെളുത്ത ആളല്ലേ. ചേച്ചിക്ക് പറ്റിയൊരു സാരി ഈ സെക്ഷനിൽ എവിടെയോ ഉണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. എവിടെ പോയി? ആ, കിട്ടി. ഇതാണ് ഞാൻ പറഞ്ഞ സാരി. ഇത് പോച്ചമള്ളി ഡിസൈനാ. ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവില്ല. വെച്ചു നോക്കൂ ചേച്ചി. കൊള്ളാലോ. എങ്ങനെയുണ്ട് ചായ? കൊള്ളാം. കൊള്ളാലേ? എനിക്ക് തന്നെ മതി. ബ്ലൗസും തുണി മുറിച്ചേക്ക്.
വരൂ ചേച്ചി, നമുക്ക് ബിൽ സെക്ഷനിലേക്ക് പോകാം. ഇതാ ചേട്ടാ ബില്ല്. $6400? മോളിക്കുട്ടിയേ, ഓ എൻ്റെ കർത്താവേ. ഓ ഇതാ കാശ്. വാ മോളിക്കുട്ടി, നമുക്ക് പോകാം. വേഗം വാ മോളിക്കുട്ടി, നീ ഇങ്ങോട്ട് വാ. പിറ്റേ ദിവസം രാവിലെ, ഇച്ചായ ഇച്ചായ. എന്നതാടി മോളിക്കുട്ടി? കഞ്ഞി വെക്കാൻ അരിയില്ല കേട്ടോ. ആ, നീ ആ സഞ്ചി ഇങ്ങെടുക്ക്. ആരേലും കടം തരുമോ നോക്കട്ടെ. പ്രിയമുള്ളവരെ, ധാരാളിത്തം നമ്മെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും എന്ന സന്ദേശത്തോടെ ഈ മോണാക്ട് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. യുവജനങ്ങളുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇടവക്കാരുടെ സാന്നിധ്യത്തിലും അച്ഛൻ്റെ സാന്നിധ്യത്തിലും സജീവമായ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അടുത്തു തന്നെ ഞങ്ങൾ സ്നേഹധാര എന്നൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിതാവിൻ്റെ സാന്നിധ്യത്തിൽ വയനാട് ജില്ലയിലുള്ള എല്ലാ യുവജനങ്ങളുടെയും പങ്കാളിത്തം അതിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ നേത്ര ചികിത്സാ ക്യാമ്പ്, ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്യാമ്പ്, ഒരുപാട് ക്യാമ്പുകൾ ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു 500 പേരോളം ആൾക്കാരുകൾ ഈ പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പരിപാടിയിൽ സാന്നിധ്യം അർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ 56 പേരാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത്. ഈ 56 പേരും ഓരോ മീറ്റിങ്ങിലും എല്ലാ മീറ്റിങ്ങിലും തന്നെ അവരുടെ സജീവമായ പ്രവർത്തനങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഓണാഘോഷ പരിപാടിയാണെങ്കിൽ തന്നെ അച്ഛൻ്റെയും ഇടവക ജനങ്ങളുടെയും എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. അതുപോലെ തന്നെ പള്ളി പെരുന്നാളുകളും ക്രിസ്മസ് ആണെങ്കിലും എന്ത് പരിപാടിക്കും യൂത്തിൻ്റെ സഹകരണം വളരെയധികം ഉണ്ടായിരുന്നു. മിക്ക പ്രവർത്തനങ്ങളും യുവജനങ്ങളാണ് മുന്നോട്ടെത്തുന്നതും ഓരോ പ്രവർത്തനങ്ങളും അവർ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടവകയുടെ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് യുവജനങ്ങളാണെന്ന് തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം ഞങ്ങളുടെ പാരീഷ് ആണെങ്കിലും പിന്നെ പാരീഷിൽ ഞങ്ങളുടെ വൈദികനാണെങ്കിലും ഏറ്റവും അധികം സപ്പോർട്ട് നൽകുന്നത് ഞങ്ങളുടെ യൂത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സക്സസ്ഫുൾ ആകുന്നതിന് കാരണം തന്നെ ഞങ്ങളുടെ ഇടവകയിലുള്ള ഓരോ വ്യക്തികളാണ്, ഇടവക ജനങ്ങളും ഇടവക വികാരി അച്ഛനുമാണ്. നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടി പോകുന്ന നല്ല ഇടയൻ്റെ മാതൃക അനുകരിച്ചുകൊണ്ട് അനുരഞ്ജനം, കാരുണ്യം എന്നിവ ജീവിത ദൗത്യമാക്കി മാറ്റിയ ഗുഡ് ഷെപ്പേർഡ് സന്യാസിനി സഭ 1835 ഫ്രാൻസിൽ സെയിൻറ്റ് മേരി യൂഫ്രേസ്യ പെളിറ്റേറിനാൽ സ്ഥാപിതമായി. ആത്മാക്കളെ നേടുന്ന തീഷ്ണതയിൽ ജ്വലിച്ച് ലോകത്തിൻ്റെ 72 രാജ്യങ്ങളിൽ ഈ സന്യാസിനി സഭ സേവനമനുഷ്ഠിക്കുന്നു. 1854 മുതൽ ഗുഡ് ഷെപ്പേർഡ് സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം ഇന്ത്യയിലുണ്ട്. സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ഉള്ളവരുടെ, പ്രത്യേകിച്ച് സ്ത്രീകൾ, കുട്ടികൾ, ആദിവാസികൾ എന്നിവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് 1993 ഗുഡ് ഷെപ്പേർഡ് സിസ്റ്റേഴ്സ് വയനാട്ടിലെത്തി. അന്നത്തെ കോഴിക്കോട് രൂപതയുടെ മേലധ്യക്ഷനായ മാക്സ്വെൽ നരോണ പിതാവ് ആണ്ടൂർ ആസ്ഥാനമാക്കി സേവനമനുഷ്ഠിക്കുന്നതിന് ഞങ്ങൾക്ക് അനുമതി നൽകി. അക്കാലത്ത് ആണ്ടൂർ മേപ്പാടി സെൻറ്റ് ജോസഫ് പള്ളിയുടെ സബ് സ്റ്റേഷൻ ആയിരുന്നു. കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഈ പള്ളിയുടെ കീഴിൽ ഉണ്ടായിരുന്നുള്ളൂ. സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യവും ഭവന സന്ദർശനവും പ്രാർത്ഥന കൂട്ടായ്മകളും വിശ്വാസത്തിൽ വളരുന്നതിന് ഉതകുമായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ കുടുംബ പ്രാർത്ഥന യൂണിറ്റുകളിലും വിശ്വാസ പരിശീലനത്തിലും മതബോധന ക്ലാസ്സുകളിലും മറ്റ് ഇടവകയുടെ ഉന്നമന പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ആത്മാർത്ഥമായി സഹകരിച്ചു പോരുന്നു. ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവരെ ശക്തരാക്കുവാനും അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുവാനും വേണ്ടി അവരെ സഹായിച്ചു വരുന്നു.
മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഒപ്പവും ഗവൺമെൻറ് ഏജൻസികളുടെ ഒപ്പവും ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഒത്തിരിയേറെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ആദിവാസി കുട്ടികൾക്ക് സ്പോൺസർഷിപ്പ് പ്രോഗ്രാം മുഖാന്തരം പഠന സഹായം നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുന്നു. 25 പെൺകുട്ടികൾക്ക് നല്ല ഒരു പഠന അന്തരീക്ഷം നൽകിക്കൊണ്ട് ഗുഡ് ഷെപ്പേർഡ് ഹോം എന്ന ബോർഡിംഗ് നടത്തി വരുന്നു. എല്ലാവരെയും ദൈവമക്കളായി കണ്ട് എല്ലാവരിലും ചൈതന്യം കുടികൊള്ളുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജാതി മത ഭേദമന്യേ എല്ലാവരിലേക്കും ഇറങ്ങിച്ചെന്ന് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന യേശുനാഥൻ്റെ കാൽപാദം പിന്തുടരുവാൻ നല്ല ഇടയനായ ഈശോ ഞങ്ങളെ സഹായിക്കും എന്ന വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ഞങ്ങൾ മുന്നേറുന്നു. ഇറ്റിറ്റു വീഴുന്ന കണ്ണീർ കണം പോലും കുപ്പിയിൽ ചേർക്കുന്നു എൻ്റെ ദൈവം. വറുതിതൻ നാളിലും സമൃദ്ധിയെ പകരുന്ന സർവസമൃദ്ധിയാണെൻ്റെ ദൈവം. ഇറ്റിറ്റു വീഴുന്ന കണ്ണീർ കണം പോലും കുപ്പിയിൽ ചേർക്കുന്നു എൻ്റെ ദൈവം. വറുതിതൻ നാളിലും സമൃദ്ധിയെ പകരുന്ന സർവസമൃദ്ധിയാണെൻ്റെ ദൈവം. പൊരിവെയിലിൽ ഞാൻ അലഞ്ഞതെല്ലാം അവൻ ഒന്നും വിടാതെണ്ണിത്തിട്ടമാക്കി. പൊരിവെയിലിൽ ഞാൻ അലഞ്ഞതെല്ലാം അവൻ ഒന്നും വിടാതെണ്ണിത്തിട്ടമാക്കി. ഓട്ടം തികയ്ക്കുവാൻ കൂട്ടത്തിലോടുന്ന എന്നും ജയാളിയാണെൻ്റെ ദൈവം. ഇരുളിൻ്റെ പിടിയിൽ ഞാൻ മറയുന്ന നേരത്ത് അരുതേയെന്നോതി അണഞ്ഞിടുന്ന. ഇരുളിൻ്റെ പിടിയിൽ ഞാൻ മറയുന്ന നേരത്ത് അരുതേയെന്നോതി അണഞ്ഞിടുന്ന. അരുതാത്തതൊന്നും ഭവിക്കാതിരിക്കാനായി കരുതുന്ന സ്നേഹമാണെൻ്റെ ദൈവം. പാപച്ചെളിയിൽ കുഴഞ്ഞതാമെന്നെ തൻ ചോരയാൽ തന്നെ കഴുകിയല്ലോ. ചങ്കിലെ ചോരയാൽ തന്നെ കഴുകിയല്ലോ. ഓർത്തോർത്തു കേഴുമ്പോൾ ഓമനിച്ചെന്നതൻ മാറോടു ചേർക്കുന്നു എൻ്റെ ദൈവം. ഓർത്തോർത്തു കേഴുമ്പോൾ ഓമനിച്ചെന്നതൻ മാറോടു ചേർക്കുന്നു എൻ്റെ ദൈവം. തിരുമാറോടു ചേർക്കുന്നു എൻ്റെ ദൈവം. ഇറ്റിറ്റു വീഴുന്ന കണ്ണീർ കണം പോലും കുപ്പിയിൽ ചേർക്കുന്നു എൻ്റെ ദൈവം. വറുതിതൻ നാളിലും സമൃദ്ധിയെ പകരുന്ന സർവസമൃദ്ധിയാണെൻ്റെ ദൈവം. സൽപ്പേര് പോയി തളർന്നിരുന്നപ്പോഴോ പുതിയൊരു പേരെനിക്കിട്ടു തന്നു. സൽപ്പേര് പോയി തളർന്നിരുന്നപ്പോഴോ പുതിയൊരു പേരെനിക്കിട്ടു തന്നു. തൻ്റെ പരിശുദ്ധിക്കൊത്തൊരു പേരു തന്നെ. കൂട്ടുകാരില്ലെന്നു തോന്നിയ നേരത്തോ സ്നേഹിത എന്നു വിളിച്ചു വന്നു. കൂട്ടുകാരില്ലെന്ന് തോന്നിയ നേരത്തോ സ്നേഹിത എന്നു വിളിച്ചു വന്നു. തൻ്റെ സ്നേഹം മുഴുവൻ പകർന്നു തന്നു. ഇറ്റിറ്റു വീഴുന്ന കണ്ണീർ കണം പോലും കുപ്പിയിൽ ചേർക്കുന്നു എൻ്റെ ദൈവം. വറുതിതൻ നാളിലും സമൃദ്ധിയെ പകരുന്ന സർവസമൃദ്ധിയാണെൻ്റെ ദൈവം. സ്വന്ത ബന്ധങ്ങൾ മുറിയുന്ന വേദന വല്ലാതെ എന്നെ മതിച്ച നേരം.
സ്വന്ത ബന്ധങ്ങൾ മുറിയുന്ന വേദന വല്ലാതെ എന്നെ മതിച്ച നേരം ആർദ്രതയോടവനരികിലായി വന്നെൻ്റെ ചെവിയിൽ പറഞ്ഞു, നീ എൻ്റെ സ്വന്തം. മാറാത്ത വ്യാധികൾ, തീരാത്ത നോവുകൾ ഏറെ തളർത്തി തകർന്നിടുമ്പോൾ, മാറാത്ത വ്യാധികൾ, തീരാത്ത നോവുകൾ ഏറെ തളർത്തി തകർന്നിടുമ്പോൾ, ക്ഷണികമാം ക്ലേശത്താൽ ശുദ്ധീകരിച്ചെന്നെ നിത്യതയ്ക്കായൊരുക്കുന്നു ദൈവം. ഇറ്റിറ്റു വീഴുന്ന കണ്ണീർക്കണം പോലും കുപ്പിയിൽ ചേർക്കുന്നു എൻ്റെ ദൈവം. വറുതിതൻ നാളിലും സമൃദ്ധിയെ പകരുന്ന സർവസമൃദ്ധിയാണെൻ്റെ ദൈവം. ആറ്റിനരികത്തെ വൃക്ഷത്തെ പോലവൻ പോറ്റുന്നു നിത്യവും വാടിടാതെ. ആറ്റിനരികത്തെ വൃക്ഷത്തെ പോലവൻ പോറ്റുന്നു നിത്യവും വാടിടാതെ. വേരൂർന്നിറങ്ങിയ ആ മരം പോലെ ഞാൻ ഏറെ ഫലമവനെന്നുമേകും. ഇത്രയ്ക്കു മെച്ചത്തിൽ എന്നെ പുലർത്തുന്ന മറ്റൊരു സ്നേഹമീ ഭൂവിലില്ല. ഇത്രയ്ക്കു മെച്ചത്തിൽ എന്നെ പുലർത്തുന്ന മറ്റൊരു സ്നേഹമീ ഭൂവിലില്ല. മറ്റെന്തിനേക്കാളും എനിക്കും അവൻ തൻ മെച്ചവും ശ്രേഷ്ഠവുമെന്നുമെന്നും. എന്നെ മറക്കാതെ, എന്നെ വെറുക്കാതെ, നിത്യവും എന്നും കരുതിടുന്ന, വർണ്ണിക്കാൻ വാക്കില്ല, ചിന്തിക്കാനാവില്ല മാറ്റമില്ലാത്തതാ സ്നേഹത്തിനെ. മുരടിച്ചു പോയെന്നു തോന്നുന്ന നേരത്ത് ചുവടു കിളച്ചു വളമിടുന്ന, മുരടിച്ചു പോയെന്ന് തോന്നുന്ന നേരത്ത് ചുവടു കിളച്ചു വളമിടുന്ന, സഹനമാം വളമേറെ നൽകി വളർത്തുന്ന സഹനദാസൻ തന്നെ എൻ്റെ ദൈവം. ഇറ്റിറ്റു വീഴുന്ന കണ്ണീർക്കണം പോലും കുപ്പിയിൽ ചേർക്കുന്നു എൻ്റെ ദൈവം. വറുതിതൻ നാളിലും സമൃദ്ധിയെ പകരുന്ന സർവസമൃദ്ധിയാണെൻ്റെ ദൈവം. പൊരിവെയിലിൽ ഞാൻ അലഞ്ഞതെല്ലാം അവൻ ഒന്നും വിടാതെണ്ണിത്തിട്ടമാക്കി. പൊരിവെയിലിൽ ഞാൻ അലഞ്ഞതെല്ലാം അവൻ ഒന്നും വിടാതെണ്ണിത്തിട്ടമാക്കി. ഓട്ടം തികയ്ക്കുവാൻ കൂട്ടത്തിലോടുന്ന എന്നും ജയാളിയാണെൻ്റെ ദൈവം.